നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. സമഗ്ര ശിക്ഷ കേരളം പാനൂർ BRC അക്കാദമിക് കൗൺസിൽ പാനൂർ, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരവും ബാബുരാജ് കുന്നോത്തുപറമ്പിന്റെ പരിസ്ഥിതി ഫോട്ടോ പ്രദർശനവും സംഘടിപ്പിച്ചു. PK പ്രവീൺ MLA വനമിത്ര അവാർഡ് ജേതാവ് ഡോക്ടർ P ദിലീപിനെ ആദരിച്ചു. സമഗ്ര ശിക്ഷ കേരളം പാനൂർ BRC അക്കാദമിക് കൗൺസിൽ പാനൂർ, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ബാബുരാജ് കുന്നോത്തുപറമ്പിന്റെ പരിസ്ഥിതി ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വനമിത്ര അവാർഡ് ജേതാവ് ഡോക്ടർ P ദിലീപിനെ PK പ്രവീൺ MLA ആദരിച്ചു. ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയെ ഏതെല്ലാം രീതിയിൽ സംരക്ഷിക്കാം ആ രീതിയിൽ തന്നെ ഒരു ഗവേഷണം നടത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് 11ഓളം പേപ്പറുകൾ അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഗവേഷണം നടത്തിക്കൊണ്ട് 3 പുതിയ സസ്യജാലങ്ങളെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പശ്ചിമഘട്ടത്തിലെ പുൽത്തരികളെ കുറിച്ചിട്ടുള്ള ഗവേഷണവും നടത്തിയിട്ടുണ്ട്. ഇതേ രീതിയിൽ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തിൽ കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ദിലീപ് മാഷ് മുമ്പോട്ട് വന്നത്. ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഒരു പുതിയൊരു വീടെടുക്കുന്നുണ്ട്. ആ വീടിനെ തെറ്റി ചോദിച്ചിരുന്നു അങ്ങനെ ഞാനും മാഷും ഹയർ സെക്കൻഡറി എക്സാമിൽ ഒരുമിച്ചുണ്ടാവും. പരിസ്ഥിതി ഫോട്ടോ പ്രദർശനം കക്കോത്ത് പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. രൂപേഷ് മാഷ് ഉൾപ്പെടെയുള്ള എൻ്റെ സംഘാടകരോട് ഞാൻ എൻ്റെ അഗാധമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി അവനവൻ്റെ വ്യക്തി ജീവിതം സമർപ്പിക്കുകയും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇതിൻ്റെ സംഘാടകരോട് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഏതൊരു ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ നിലകൊണ്ടിട്ടുള്ളത്, അതിൻ്റെ ഉദാത്തമായിട്ടുള്ള ലക്ഷ്യത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് മഹത്വപൂർണമായിട്ടൊരു മാതൃകയായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ചടങ്ങിൽ പാനൂർ AEO ബൈജു കേളോത്ത് അധ്യക്ഷത വഹിച്ചു. എല്ലാ വർഷവും നമ്മുടെ ചെടികൾ ഒഴിച്ചിടുന്നു. അതായത് പ്രതീകാത്മകമായിട്ട് കണക്കാക്കാം. ഒരു സ്കൂളിലെ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മുടെ ചെടി കുഴിച്ചു. ആ ചെടി പിന്നീട് വളർന്ന് വലുതായിട്ടുണ്ടോ? മുമ്പേ ഏട്ടന്മാരൊക്കെ കുഴിച്ചിട്ട് ചെടികൾ അങ്ങനെ ഉണ്ടായില്ല. ചില സ്കൂളൊക്കെ പലപ്പോഴും നമ്മൾ അതേ കുഴിയിൽ തന്നെ വീണ്ടും പുതിയ ഒരു ദിലീപിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ഈ റോഡ് സൈഡിലൊക്കെ ചെടി കുഴിച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന് ലാസ്റ്റ് നോക്കുമ്പോൾ എന്താണ്, ഈ ഇലക്ട്രിക് പോസ്റ്റിന് വേണ്ടി കുഴിച്ച കുഴിയിലാണ് എല്ലാ ചെടികളും
നട്ടത്. എന്നിട്ട് പിന്നീട് ഇലക്ട്രിസിറ്റിക്കാർ കേസാക്കിയപ്പോൾ വീണ്ടും ഇവർ തന്നെ പോയി അതെല്ലാം മാറ്റി വീണ്ടും കുഴിച്ചു കൊടുക്കേണ്ടി അങ്ങനെ ഒരു സിനിമയിൽ രംഗമുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെയല്ല ദിലീപ് മാഷ് പോലുള്ള ആളുകൾ ചെയ്തത് അല്ലേ. ഫോറം സെക്രട്ടറി നജീബ് എം, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി സുധീർ കുമാർ പി, സയൻസ് ക്ലബ് പ്രതിനിധി രൂപേഷ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് VPC പാനൂർ BRC സിമി കെ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഡോക്ടർ P ദിലീപ് കുമാർ ക്ലാസിന് നേതൃത്വം നൽകി. ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ആദരവ് ഏറ്റുവാങ്ങിയതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ചിട്ട് ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം രൂപേഷ് സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രമോദ് സാറൊക്കെ ഇന്നലെ കോണ്ടാക്ട് ചെയ്യുന്നു. എനിക്ക് വളരെ ഭംഗിയായിട്ട് നമ്മൾ ഏതൊരു പ്രോഗ്രാം ഏതൊരു പ്രോഗ്രാം നടത്തുമ്പോഴും നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി പ്രോഗ്രാം നടത്തി പോകുമ്പോഴും അവിടെ ഒരു എന്തെങ്കിലും നമ്മുടെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വേസ്റ്റ് അവിടെ ഉണ്ടാവുമെന്ന് പറയുമ്പോഴും അത് നമ്മുടെ ഏതൊരു പരിപാടിക്കും നെഗറ്റീവാണ്. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഈ ബാച്ച് പോലെ അല്ലേ ഈ ഒരു ഇലകൾ പ്രകൃതിയിലേക്ക് ഇട്ടാലും അത് പ്രകൃതിക്ക് ഗുണമാകുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം ഒരു പരിസ്ഥിതി നമ്മുടെ പ്രോഗ്രാം ഭംഗിയായി അറേഞ്ച് ചെയ്ത പാനൂർ BRCയെ അതേപോലെ തന്നെ ഈ അസോസിയേഷനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ പ്രത്യേകിച്ചിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം ഞാനും ഇവിടെ വന്നിങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ അത് നിങ്ങളോട് പറയാം. എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബാബുരാജ് സാറിന്റെ ആ ഒരു ഫോട്ടോസ് ശ്രദ്ധിക്കുമായിരുന്നു. നിങ്ങളുടെ അടുത്തൊക്കെ ഇപ്പൊ മൊബൈൽ ഉണ്ടാകും കുട്ടികൾ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രകൃതിയിൽ കാണുക. സാറ് ഇവിടെ പകർത്തിയിരിക്കുന്ന ഓരോ ചിത്രങ്ങളും നമുക്ക് പരിസ്ഥിതിക്ക് നേരത്തെ നമ്മുടെ MLA പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഈ ഒരു പച്ചപ്പിനെ നിലനിർത്തണമെങ്കിൽ ആ ഫോട്ടോസ് നിങ്ങൾ നോക്കണം. ഓരോ കാര്യങ്ങളും സാർ എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ പകർത്തിയിരിക്കുന്നത്. സമഗ്ര ന്യൂസ് പാനൂർ.